ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ടൊന്ന് പോയാലോ? അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ വിശ്വം നമ്മുടെ ജയിലിൽ നമ്മുടെ ശ്രീകാന്തും ടീമും കൂടെ ചേർന്ന് നമ്മുടെ വിശ്വത്തിനെ ജയിലിൽ അടച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ വേദ ശ്രീകാന്തിനെ കാണാൻ ചെല്ലുകയാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, താൻ തന്നെയാണ് ഇത് ചെയ്യിപ്പിച്ചതെന്നും 10 ലക്ഷം രൂപ വിശ്വത്തിൻ്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലാക്കിയതാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെല്ലുവിളിയോടുകൂടിയാണ് ശ്രീകാന്ത് വേദയോട് സംസാരിച്ചത്. പക്ഷേ ശ്രീകാന്തിൻ്റെ ഉള്ളിൽ വേദയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്, വേറൊന്നുമല്ല. ശ്രീകാന്ത് ഉദ്ദേശിച്ചത് വേദ ഇങ്ങനെ വിക്രമിൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ ഇങ്ങനെ ശ്രീകാന്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ വിഷമിപ്പിക്കുമ്പോൾ അവസാനം വിക്രം കൊണ്ടുവന്ന് വേദയുടെ വീട്ടിൽ കൊണ്ടാക്കും. അതാണ് ശ്രീകാന്തിൻ്റെ ലക്ഷ്യം, അതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിയ വേദ തിരിച്ച് മറുപടി കൊടുത്തിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്തു. ശ്രീകാന്ത് ഏട്ടന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് തന്നെ ചെയ്തോളൂ, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കള്ളക്കേസിൽ കുടുക്കിയ വിശ്വേട്ടനെ എങ്ങനെ പുറത്ത് വരണം എന്നുള്ളത് എനിക്കറിയാം എന്നും വേദ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിന് അവളുടെ സംസാരമൊന്നും ഒത്തിരി ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ പെണ്ണാണ്, നീ അടങ്ങി നിൽക്കും, നിൻ്റെ തന്നിഷ്ടപ്രകാരമാണല്ലോ ഇതുപോലെ ഒരു തറ റൗഡീനെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയത്. ആ തെണ്ടീനെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് വീട്ടിൽ വന്ന എന്താ, എൻ്റെ ആഗ്രഹങ്ങളനുസരിച്ച് ജീവിച്ച നിനക്ക് എന്നാ എന്നൊക്കെയുള്ള രീതിയിൽ വീണ്ടും വേദന ഹരാസ് ചെയ്യണം. സ്വന്തം ഭർത്താവ് എത്ര കൊള്ളരുതാത്തവനായിക്കോട്ടെ എങ്കിൽ കൂടിയും ഭർത്താവിനെ അത്രയും മോശമായിട്ട് പറയുന്ന ആ ഇത് കേട്ടിട്ടും വേദ തിരിച്ച് മറുപടിയായിട്ട് കൊടുത്തില്ല. എല്ലാ വെല്ലുവിളികളും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നിറങ്ങി പോരാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ നന്ദിനി, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്, ശ്രീജ, വിനായകൻ. അപ്പോൾ നന്ദിനി അവിടെ പറയുന്നത്, ഇത് വേദ വിചാരിച്ച ഈ കേസ് നിഷ്പ്രയാസം മാറ്റാവുന്നതാണ്, അവളെ ഏട്ടനെ പോയി കണ്ടെങ്കിൽ മതിയായിരുന്നു. പക്ഷേ അവൾ അതൊന്നും ചെയ്യില്ല, ഈ കുടുംബത്തിൻ്റെ നാശം കാണാനാണ് അവളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കമല വഴക്ക് പറയുന്നുണ്ട്. കമല പറയുന്നത്, നീ ഈ സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ, ഞാൻ ആവശ്യമില്ലാത്തതാണോ പറയണത്? വിക്രം കാര്യം കൊള്ളരുതാത്തവൻ തന്നെയൊക്കെയാണ്, പക്ഷേ അവൻ ഇത്രയും നാളും ഇവൾ വന്നതിന് ശേഷമാണ് കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അല്ലാത്തതൊക്കെ അവൻ തന്നെ അത് കൈകാര്യം ചെയ്യുമായിരുന്നു. ഇപ്പം നോക്കിയ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വേദ വന്നേ പിന്നെ. അപ്പം നമ്മുടെ മാഷ് പറയുന്നുണ്ട്, വിക്രം എന്തെങ്കിലും കുരുക്കുണ്ടാക്കുകയാണെങ്കിൽ അത് രക്ഷിക്കാൻ പോണതും ഈ പറയുന്ന വേദ തന്നെ. അതൊക്കെ അവളുടെ നമ്പർ. അച്ഛനൊന്നും അത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഈ ശ്രീജേട്ടത്തിയാണെങ്കിലോ എന്താ വേദയെന്ന് വെച്ചാൽ തലയെ കയറ്റിക്കൊണ്ട് നടന്നു. എന്നിട്ട് എന്തിയെ വിശ്വേട്ടൻ ഈ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് അവൾ എന്തെങ്കിലും ചെയ്തോ? അവളെ സ്വന്തം ചേട്ടനല്ലേ ഈ കമ്പനി നടത്തുന്നതും ഈ കമ്പനിയിൽ ഇത്രയും ഇങ്ങനൊരു കേസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അവൾക്ക് ചെന്നൊന്ന് കരഞ്ഞു പിടിച്ച് കാല് പിടിച്ച വിശ്വേട്ടനെ അയാൾ കേസിൽ നിന്ന് ഒഴിവാക്കില്ലേ, അവളത് ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് നന്ദിനി കുറേ വേദയുടെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ മാഷ് എഴുന്നേറ്റ് പോകണം. അത് കഴിഞ്ഞ് നമ്മുടെ വേദ കടന്ന് വരികയാണ്. വേദ പോയി ആരെയൊക്കെ കാണാനുള്ളവരെ കണ്ടു, ശ്രീകാന്തിനെ കണ്ടു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പോൾ വേദ വന്ന് കയറി ഉടനെ തന്നെ നന്ദിനി അവളെ മെക്കിട്ടങ്ങ് കയറുകയാണ്. എത്തിയല്ലോ, നീ പോയിട്ട് എന്ത് ചെയ്തു? എടി നീ ആരെയെ കാണാൻ പോയത്? എന്തെങ്കിലും വിശ്വേട്ടൻ്റെ കേസിലെ കാര്യത്തിൽ തീരുമാനമായോ? അപ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല. നീ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? ശ്രീജേട്ടത്തെ ഒന്ന് പോയി ചോദിക്കുക, എന്താ ചെയ്ത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ചോദിച്ചേ. അപ്പോൾ ശ്രീജ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേദ നിൻ്റെ ചേട്ടനാണല്ലോ ഈ കമ്പനി നടത്തുന്നത്, ഈ കമ്പനിയിൽ ഈ ഒരു കേസുണ്ടായത് നീ ചെന്ന് പറഞ്ഞാൽ നിൻ്റെ ചേട്ടൻ കേൾക്കില്ല, നീ ഒന്നും പറഞ്ഞായിരുന്നോ? അപ്പോൾ വേദ പറഞ്ഞു, ഞാൻ കാണേണ്ടവരെ എല്ലാം കണ്ടിട്ടുണ്ട് ശ്രീചേട്ടത്തി, പക്ഷേ ഇതിൻ്റെ പിന്നിൽ എൻ്റെ ചേട്ടൻ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നമുക്ക് വിശ്വേട്ടനെ പുറത്തിറക്കാം, ശ്രീചേട്ടത്തി സമാധാനപ്പെട്, അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. വിശ്വേട്ടൻ എന്തായാലും പുറത്തിറങ്ങും, ശ്രീചേട്ടത്തി ഒന്ന് സമാധാനപ്പെട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ നന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി അമ്മയും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വേദ പോകാൻ നോക്കുമ്പോൾ പിന്നെയും നന്ദിനി തട്ടി കയറുകയാണ്. അപ്പോൾ വിനായകൻ്റെ അടുത്തും പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ രീതി, നിങ്ങളെങ്കിലും നിങ്ങളുടെ സ്വന്തം ചേട്ടനല്ലേ, നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ അവളുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ വേദ വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിനായകന് എന്താ അറിയേണ്ടത്, എന്നെ ഇവിടെ ഇറക്കി വിടണോ വിനായകന്? അപ്പോൾ വിനായകൻ പറയും, വേണ്ട, ഞാൻ എന്തിനാ വിക്രമിൻ്റെ ഭാര്യനെ ഇറക്കി വിടുന്നത് എന്നിങ്ങനെ വിനായകൻ ചോദിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ കേസിൽ നിങ്ങൾ
നിങ്ങളാരും ടെൻഷൻ ആവണ്ട, ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, എൻ്റെ ചേട്ടൻ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ മറുപടി കൊടുത്തോളാം എന്ന രീതിയിലാണ് വേദ എല്ലാവരുടെ അടുത്തും കൂടെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് ശ്രീകാന്തിനെയാണ്. നമ്മൾ ശ്രീകാന്ത് വീട്ടിൽ വർഷയായിട്ട് സംസാരിക്കുകയാണ്. അതായത് ശ്രീകാന്ത് പറയുന്നത് എന്തുകൊണ്ടും ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ്, നമുക്ക് വേദയെ തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണെന്ന് വർഷയോട് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, പക്ഷേ ഇത് വേദ ഒരു തിരിച്ചടിയായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്ന ശ്രീയേട്ടാ. അപ്പോൾ ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, കാര്യം അവൾ വാശി കാണിക്കുകയാണെങ്കിലോ, അല്ലാണ്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് വർഷ പറയുന്നുണ്ട്. നീ കണ്ടോ, വരുന്നിടത്ത് വെച്ച് നമുക്ക് എന്തായാലും കാണാം, എന്തായാലും അച്ഛനില്ലാത്ത സമയത്ത് തന്നെ ഈ കേസ് വന്നത് നന്നായി, അച്ഛൻ വരുന്ന മുമ്പേ തന്നെ ഈ കേസ് ഒരു ഒത്തുതീർപ്പാക്കി വിശ്വത്തിനെ എങ്ങനെയെങ്കിലും കുരുക്കിലാക്കി ഇടണം. അത് വിക്രമിനും വീട്ടുകാർക്കും വേദയോട് വിദ്വേഷം വരികയും അതോടുകൂടി വേദേനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക അല്ലെങ്കിൽ കൊണ്ടാക്കുകയും ചെയ്യും, ഉറപ്പാണ്. അങ്ങനെയാണ്, അതാണ് ലക്ഷ്യമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദർശൻ, അതായത് വർഷയുടെ അനിയൻ വരികയാണ്. അപ്പോൾ വർഷേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ കടന്നു വരുമ്പോൾ ഇതാരാണ്, എന്താണ് വേദയുടെ വക്കാലത്തുമായിട്ട് വന്നതാണോ? വക്കാലത്തുമായിട്ട് വന്നതൊന്നുമല്ല, എന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് നിസ്സാരമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, പക്ഷേ നിങ്ങൾക്കൊരു ഇച്ചിരി മനുഷ്യപ്പറ്റി പാടില്ലേ? വേദയോട് നിങ്ങൾക്കുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നുള്ളതൊക്കെ അറിയാം, പക്ഷേ ഒരു കുടുംബത്തിനെ മാനസികമായിട്ട് ഇത്രയും പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഇത്രയും മാനസികമായിട്ട് അവരെ ടോർച്ചർ ചെയ്തൊക്കെ ഒരു കേസ് ആക്കുക എന്ന് വെച്ചാൽ അതൊരു വളരെ ഇതായിട്ടുള്ള കാര്യം. അയ്യോ, എന്താണ് വേദയുടെ വിക്രമിൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നുകയാണോ? അത് പറഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞു, എനിക്ക് അനുകമ്പയൊന്നുമല്ല, പക്ഷേ ഈ കേസിൽ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഈ കേസ് വേദ ഞാൻ എന്തായാലും ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അളിയനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഈ കേസ് ഞാൻ കോടതിയിൽ വാദിക്കുകയും ചെയ്യും, വിശ്വത്തിന് ഒരു പോറൽ പോലും ഇല്ലാണ്ട് ഞാൻ പുറത്തിറക്കുകയും ചെയ്യുമെന്ന് ദർശൻ വാദിക്കുന്നുണ്ട്. അയ്യോ ആയിക്കോട്ടെ, ദർശൻ്റെ പണി ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരവിടെ ഒരു ചെറിയൊരു ക്ലാഷ് പോലെ ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് നേരെ ദർശൻ വണ്ടി എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ആ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ വിക്രം കടന്ന് വരെയാണ്, നമ്മുടെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട്. രണ്ടും കൽപ്പിച്ചുള്ള വരക്കാണ്. അതിൻ്റെ ഇടയിൽ വിക്രം ശ്രീനി സാറിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ ശ്രീനി സാറ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കുറച്ച് മുന്നെയാണ് വിളിച്ചിരുന്നെങ്കിൽ SI പറയുന്നു FIR ഇച്ചിരി ഇതായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, സാറ് കുറച്ച് മുന്നേ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു, പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് നമ്മുടെ SI പറഞ്ഞു എന്നാണ് ശ്രീനി സാറ് പറയുന്നത്. എന്നിട്ട് ശ്രീനി സാറ് വിക്രമിനെ ഉപദേശിച്ചു, നീ വലിയ വഴക്കിനും വയ്യാവലിക്കൊന്നും പോകരുത്, നമുക്ക് നയപരമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാം, അല്ലാണ്ട് അടി പിടിക്കൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും വിക്രം അതൊന്നും കേൾക്കാണ്ട് നേരെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ വരെയാണ്, വേദയുടെ വീട്ടിൽ. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആരും ഇല്ലെന്നും ചോദിച്ചുകൊണ്ട് അങ്ങ് കയറുകയാണ്. വേദയുടെ അച്ഛൻ ഓൾറെഡി ഇവിടെ ഇല്ല. അപ്പോൾ വിക്രം അടിച്ചു കയറി ചെന്നപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എന്നെ ഇറങ്ങി വരികയാണ്. ഇതാരാണ്, നീ എൻ്റെ കാല് പിടിക്കാൻ വന്നോ നിൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ കുറേ ഡയലോഗ് അങ്ങ് പറയുകയാണ്. അപ്പോൾ വിക്രമും വിട്ടുകൊടുത്തില്ല, ഇതിൻ്റെ പിന്നിൽ നീ ആണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം ശ്രീകാന്ത്, നിൻ്റെ തറപ്പണി നീ കാണിച്ചു, നീയും നിൻ്റെ ഭാര്യയുടെ അച്ഛനും കൂടെ ചേർന്നാണ് എൻ്റെ വിശ്വേട്ടനെ കുരുക്കിയത്. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പറഞ്ഞത്? എൻ്റെ കമ്പനിയിൽ 10 ലക്ഷം രൂപ മോഷ്ടിച്ചവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പ്രൊമോഷൻ കൊടുത്ത് കയറ്റി നിർത്തണോ? അപ്പോഴേക്കും വിക്രമിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. വിക്രമിനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ വിക്രമിനെയും കുടുംബത്തെയും അതുപോലെ തന്നെ മാഷിനെയൊക്കെ വളരെ മോശമായിട്ട് ശ്രീകാന്ത് സംസാരിച്ചപ്പോൾ ഒന്നും നോക്കില്ല, 2 ചവിട്ടും ഇടിയൊക്കെ കൊടുക്കണം. ഇത് കേട്ട് വർഷ ഓടി വരണു, മുത്തശ്ശിയും വേദയുടെ അമ്മയൊക്കെ ഓടി വരണം. എന്താണ് ഇവിടെ, എന്താ മോനെ, എന്താ വിക്രം ഇവിടെ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനെ കള്ളക്കേസ് ഉണ്ടാക്കി 10 ലക്ഷം രൂപയുടെ കേസുണ്ടാക്കി ജയിലിലടച്ചു, അത് ചോദ്യം ചെയ്യാൻ ഞാൻ വന്നതാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനെ കുറിച്ചും മറ്റുമൊക്കെ വളരെ മോശമായിട്ട് അവൻ സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ തല്ലിയെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ശ്രീകാന്ത് സത്യം പറയുക, എന്താണ് ഇവിടെ നടന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അനിയത്തിയും വരുന്നുണ്ട്, ഏറ്റവും ഇളയ അനിയത്തി. അപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ച് അവൻ പറയുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൻ്റെ ചേട്ടന് ഞാനൊരു ജോലി കൊടുത്തു, ഈ കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ അവൻ മോഷ്ടിച്ചു, അതിന് വിത്ത് എവിഡൻസോടുകൂടി ഞങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ട്, അത് ഞാൻ അതുകൊണ്ട് ജയിലിലാക്കി, അതിനവൻ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അനിയത്തി പറഞ്ഞു, ഓഹോ അത് കൊള്ളാം, എൻ്റെ ചേട്ടൻ കമ്പനിയിൽ ജോലിയും കൊടുത്തിട്ട് നിങ്ങളുടെ ചേട്ടൻ ചെന്ന് അത് പൈസയും കട്ടെടുത്തിട്ട് ഇനി എന്നാ വേണ്ടത്, നിങ്ങളിപ്പോൾ അവരോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞു, അയാളടുത്ത് പോയി ചോദിക്കുക എന്തിനാ പൈസ കട്ടിയെന്ന്. അപ്പോൾ ആ ഇളയ അനിയത്തിയാണ് ഇങ്ങനെ പറയുന്നത്, നമ്മുടെ വേദയുടെ അനിയത്തി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ ഇന്ന് വരെയും ഒരാളുടെ പോലും 1 രൂപ പോലും കട്ടെടുത്തിട്ടില്ല, കാര്യം ഞാൻ ഗുണ്ടയും തെമ്മാടി എന്നെ സംബന്ധിച്ചു
വെച്ചു. പക്ഷേ എൻ്റെ ചേട്ടനെ ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. കാര്യം ആ വ്യക്തി എങ്ങനെയാണെന്നും എന്താണെന്നും എനിക്കറിയാം. ഈ കള്ളക്കേസ് ഉണ്ടാക്കിയത് നീ തന്നെയാണ്. നീ കുരുക്ക് പണിയാൻ വേണ്ടി, എനിക്ക് കുരുക്ക് പണിയാൻ വേണ്ടിയിട്ട് നീ ചെയ്ത ഒരു പദ്ധതിയാണിതെന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തള്ളക്കേ അവസാനം വർഷ പറയുന്നുണ്ട്, നീ ആരാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യാൻ, നീ ഇറങ്ങി പോകുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ കിടക്കാനൊന്നും വന്നതല്ല. എൻ്റെ ഏട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി അവനെ ഒന്ന് കണ്ട് താക്കീത് ചെയ്യാൻ വേണ്ടി തന്നെ വന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം എന്ന് വെല്ലുവിളിച്ചിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എൻ്റെ നേരെ വിക്രം വീട്ടിലോട്ട് വരുന്ന സമയത്ത് പാവം നമ്മുടെ ശ്രീജ വിക്രമിനെ നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു? ഇതുവരെയും ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വിക്രം വന്ന പാടെ തന്നെ ശ്രീജ ഓടി ചെന്ന് അവനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം എന്തായി, നമ്മളെ വിഷുവേട്ടനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ പറഞ്ഞു, ചേച്ചി ശ്രീജ ഏട്ടത്തി ഞാൻ പോയത് എൻ്റെ ഏട്ടനെ ഈ കുരുക്കിലാക്കിയ അവൻ്റെ വീട്ടിലാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ വീട്ടിലോ? എന്നിട്ടോ ഞാൻ ചെന്നിട്ട് നീ എന്ത് ചെയ്തു അവനെ? അപ്പോൾ നന്ദിനിയൊക്കെ വന്നു വിനായകന്. നീ പോയി അവനുമായിട്ട് സംസാരിച്ചോ അതോ കാല് പിടിച്ചോ എന്ന് ചോദിച്ചു. കാല് പിടിക്കാനോ? എൻ്റെ ഏട്ടനെ ഇമാതിരി കുരുക്കിലാക്കിയവന് 2 മൂത്ത് നോക്കി കരണം നോക്കി 2 കൊടുത്തിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ മാഷ് പാടത്തുനിന്ന് കയറി വരെയായിരുന്നു. മാഷിന് ദേഷ്യം വന്നു. നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ കുടുംബത്ത്. ഈ കേസ് ഒന്നും കൂടെ കൂനിമേ കുരുക്കാക്കണ പണിയെ നീ ചെയ്തു. നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഈ കുടുംബം വിറ്റിട്ടാണെങ്കിലും ശരി എനിക്ക് എൻ്റെ വിശ്വത്തിനെ പുറത്തിറക്കണം. കാര്യം നിന്നെപ്പോലെയല്ല അവൻ അത്രയ്ക്ക് പാവമാണ്, അവൻ താങ്ങില്ലടാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടിക്കൊണ്ട് നമ്മുടെ മാഷ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ പറയുന്നുണ്ട് 10 ലക്ഷം രൂപ കൊടുത്ത് ഇത് കോംപ്രമൈസ് ആക്കാനാണെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്നാണെങ്കിലും ഞാൻ ഒപ്പിച്ചേനെ. നീ ഒപ്പിക്കും കുറേ. അപ്പോൾ പക്ഷേ അവൻ അതല്ല ഉദ്ദേശിക്കുന്നത് ശ്രീകാന്ത്. അവനിത് കേസാക്കി നമ്മളെ കുരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് അവനിത് പോയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഏകദേശ പവിത്രത്തിലെ ഒരു ഇൻട്രോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇനി ഇതിനെ തുടർന്ന് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനി ഇതിനിടയിൽ നമ്മുടെ ദർശൻ നമ്മുടെ വേദേനെ വിളിച്ചിട്ട് ഈ കേസ് ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം എന്ന് ചോദിച്ചപ്പോൾ വേദ പറയുന്നതന്നെ വേണ്ട, ഇനി നിങ്ങളുടെ കുടുംബത്ത് അതൊരു കലഹം ഉണ്ടാക്കേണ്ട. കാര്യം വർഷേച്ചി ശ്രീകാന്തേട്ടൻ അതൊക്കെ നിങ്ങൾക്ക് വർഷേച്ചിയുടെ അച്ഛനൊക്കെ ഈ കേസിൽ ഇൻക്ലൂഡാണ്. ഇനി അതിൻ്റെ ഇടയിൽ ദർശൻ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിക്രമിൻ്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ ഇനി എന്ത് ചെയ്യാനാ വേദ നീ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ വഴിയുണ്ട്, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാമല്ലോ ദർശനെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഇനി വരും ദിവസങ്ങളിൽ ഈ കേസ് കോടതിയിൽ എത്തുന്ന സമയത്ത് അത് ആരെക്കൊണ്ട് വാദിക്കണം എന്നുള്ളതിനോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്നൊക്കെ വിക്രമിനോട് വേദ പറയുന്നുണ്ട്. ഈ വിക്രം വേദാശങ്കർ വാദിക്കാനായിട്ട് ഇറങ്ങും. നീയോ എന്ന് ചോദിക്കുന്നതൊക്കെ ഉണ്ട് രംഗങ്ങൾ. അപ്പോൾ എന്തായാലും കാണാം നമ്മുടെ വിശ്വത്തിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ വേദയ്ക്ക്. അതുപോലെ ശ്രീകാന്തിൻ്റെ ഈ ഒരു അഹങ്കാരത്തിന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വേദ. അപ്പോൾ എല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രൊമോ വീഡിയോസും വരുന്നതനുസരിച്ച് നിങ്ങളൊന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കുഞ്ഞു ചാനലായ സുമി ഫസ്റ്റ് ടേസ്റ്റ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ പേരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ കേട്ടോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.